ഹലോ, വെൽക്കം ടു ചിത്ത വീട്ടി ലൈറ്റ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഓർഗനൈസർ ആണ്. ഇത് നമ്മൾ ഐക്കേന്ന് വാങ്ങിച്ചിട്ടുള്ള കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഓർഗനൈസർ ആണ്. അപ്പൊ ഈ ഒരു ഹോളിൽ കൂടി ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. വാങ്ങിച്ചു. പക്ഷേ ഈ ഒരു ഓർഗനൈസർ തികയാത്ത രീതിയിൽ ഇഷ്ടം പോലെ പീസ് പിന്നെയും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ബാൽക്കണിയിലൊക്കെ ചുറ്റി വെച്ചിരിക്കുന്ന വൃത്തികേടായതുകൊണ്ട് ഈസി ആയിട്ട് അമ്മ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഏകദേശം എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് തയ്യൽ മെഷീന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മെഷീൻ ഇല്ലെങ്കിലും ആ ഒരു ഓർഗനൈസർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. ഇങ്ങനെയുള്ള കവറുകളൊക്കെ കൂട്ടിയിടുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരു ഓർഗനൈസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിന്റെ ഉപയോഗം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസർ ആണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. നീളത്തിലാണ് ഇതിങ്ങനെ വരിക. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഹോൾ ഉണ്ട്. ഇത് ആക്ച്വലി തയ്യൽ മെഷീന്റെ സഹായം ഇല്ലാതെ തന്നെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. നമ്മുടെ പഴയ ഒരു പാന്റിൽ നിന്നാണ് അമ്മ ഇത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് മടക്കി നമ്മൾ ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ പാൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു 2 കാൽ ഭാഗം വരുന്ന ആ ഒരു രീതിക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു ലെഗ് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഓർഗനൈസറിന് എത്ര ലെങ്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ ഇപ്പോൾ അമ്മ ഒരു 20 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു അരികു ഭാഗം നിങ്ങൾക്ക് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇനി അതല്ല മെഷീൻ ഇല്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഗ്ലൂ ഉണ്ട്. വളരെ വിലക്കുറവിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആ ഗ്ലൂ യൂസ് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സൂചി നൂലും എടുത്ത് കൈത്തയ്യിൽ തയ്ക്കുകയോ ചെയ്യാം. പിന്നീട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു കഷ്ണം എലാസ്റ്റിക് ആണ്. അപ്പോൾ അത് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് താഴ്ഭാഗത്ത് നമ്മൾ കത്രിക വെച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മാസ്കിൽ യൂസ് ചെയ്യുന്ന ആ ഒരു വള്ളി ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഇലാസ്റ്റിക്കിൻ്റെ സൈഡിൽ നമ്മളൊരു സേഫ്റ്റി പിൻ കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇട്ടിരിക്കുന്ന ഹോളിനുള്ളിൽ കൂടി നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് അപ്പുറത്തെ സൈഡിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മൾ ആ ഒരു ഓർഗനൈസറിന് ഇട്ട് കൊടുക്കുന്ന ഒരു ഹോള്. അതിനുശേഷം നമ്മൾ നമ്മുടെ ആ ഒരു പാൻസിൽ നിന്ന് തന്നെ 2 ബെൽറ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ കൈത്തയ്യൽ തയ്ക്കുകയോ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയോ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇങ്ങനെ ആ ഒരു ഓർഗനൈസറിനെ കീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മടക്കി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ആ ഒരു ഭാഗം. അവിടേക്ക് തന്നെയാണ് നമ്മളത് ചേർത്ത് വെക്കുക. B7000 എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ഹാങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒട്ടിച്ചതിന് ശേഷം ഒരു കൈത്തയ്യലും കൂടി തയ്ച്ചു കൊടുക്കുക. ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. അധികം വിലയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊരെണ്ണം വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലെ തയ്യൽ മെഷീൻ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്തവരൊന്ന് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി ഹാങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കൈത്തയ്യലും കൂടി തയ്ച്ചു കൊടുക്കാം. ഈ ഒരു കൈത്തയ്യലോടുകൂടി നമ്മുടെ ഓർഗനൈസറിൻ്റെ പരിപാടി കഴിഞ്ഞ് വേറൊരു 5 മിനിറ്റ് മാത്രം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും അതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര നല്ല ഒരു ഓർഗനൈസറാണ്. ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. ഇപ്പം നമ്മളൊരു പീസ് ഇതിനകത്തുനിന്ന് ജസ്റ്റ് താഴോട്ട് വലിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അടുത്തതോടെ നമ്മൾ ജസ്റ്റ് വലിച്ചെടുക്കാൻ മാത്രം മതി. അങ്ങനെ പിന്നീട് നമ്മൾ ഈ ഒരു സ്റ്റൂളിന് വേണ്ടിയിട്ട് ഒരു കുഷനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ തയ്യൽ മെഷീൻ ഇല്ലാതെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കുഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ചിരിക്കുന്ന ഒരു കുഷൻ. ഇത് നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിനൊരു തയ്യൽ മെഷീന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോൾ ഇതൊരു സ്റ്റൂളിന്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമുക്ക് കൈത്തയ്യൽ കൊണ്ട് ഇത് എങ്ങനെയാണ് തയ്ച്ചെടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പഴയ ടീഷർട്ടാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ 2 സ്ക്വയർ പീസസ് നമുക്കിപ്പോൾ എത്ര വലുപ്പത്തിലാണോ ആ ഒരു പില്ലോ അല്ലെങ്കിൽ കുഷൻ വേണ്ടത് എന്നുള്ളതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ആ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ തയ്ച്ചെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗ്ലൂ ഒട്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലൂ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1.5 ഇഞ്ച് ഇടുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പഞ്ഞി നിറയ്ക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം.
നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് ഒരു സൈഡിൻ്റെ ഒരു 5 ഇഞ്ചോളം നമുക്ക് ഒട്ടിക്കാതെ വിടണം. നമുക്ക് ഈ ഒരു കുഷൻ തിരിച്ച് എടുക്കുന്ന സമയത്ത് നമുക്കത് ആവശ്യമുണ്ട്. പഞ്ഞി നിറച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പോർഷൻ പിന്നീട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പീസ് വെക്കുന്ന ടൈമിൽ ഇത് ചുളിയാതെ നോക്കണം. ചുളികളൊന്നും വരാതെ നല്ല രീതിയിൽ തേച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഈ ഒരു ഗ്ലൂ ആ ഒരു ക്ലോത്തുമായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സ് മിനിമം വേണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിലുള്ള തുണി പുറത്തേക്ക് എടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിൽ പഞ്ഞി നിറച്ച് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ പഞ്ഞി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് പഴയ തുണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിറച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പഴയ ഒരു തലാണിയുടെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് ഫൈബറാണ്. അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ട് വളരെ ഭംഗിയുള്ളൊരു പില്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഫൈബർ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഇതാണ് B7000. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു സ്കെയിൽ എടുത്ത് നമ്മൾ ഈ ഒരു 2 സൈഡിൽ നിന്നും 2 രീതിയിൽ വരച്ചെടുക്കുക. അപ്പോൾ ഈ ക്രോസ് വരുന്ന ഈ ഒരു 4 സെക്ഷനിൽ നിന്ന് നമ്മൾ കൈത്തയ്യൽ തയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് അകത്തേക്ക് സൂചി കൊണ്ടുവന്നതിന് ശേഷം അതേ സൂചി തന്നെ പിന്നീട് ഒന്നുകൂടി ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഒരു കെട്ടിട്ടിട്ടാണ് നമ്മൾ ആ ഒരു പഫ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കറക്റ്റായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നിങ്ങൾ സൂചി കൊണ്ടുവന്ന് വീണ്ടും അതേപോലെ തന്നെ ആ താഴത്ത് നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് അത് തന്നെ ഒരു 2-3 പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു കെട്ടിടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടത് സെറ്റായിട്ടിരിക്കും. എല്ലാ ക്രോസ് വരുന്ന ഭാഗങ്ങളിലുമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല പഫ്നെസ് ഉള്ള ഒരു കുഷ്യൻ റെഡിയായി കിട്ടും. ഇത് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കിപ്പം എത്ര ആവശ്യമുണ്ടോ അത്രയും വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഇവിടെ ഒരു ചെറിയ സ്റ്റൂളിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ സോഫയിൽ വെക്കാനോ അങ്ങനെ ഏത് കളർ എടുത്തായാലും എങ്ങനെയായാലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തയ്യൽ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നൊന്നുമില്ല. നമുക്ക് കൈത്തയ്യൽ വെച്ചും ഗ്ലൂ ഒക്കെ വെച്ചും ഇതുപോലെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി വരുന്ന വീഡിയോയിലും ഇതുപോലുള്ള നല്ല നല്ല പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു കുഷൻ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഈസി ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഞാൻ നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്